നിങ്ങൾക്ക് പുതിയൊരു ട്രെൻഡ് കാണാം. വീട്ടമ്മയായിരുന്ന എൻ്റെയും നിങ്ങളെയും ഒക്കെ ഭാര്യമാർ അല്ലേ? എൻ്റെ ശബ്ദം കേൾക്കുന്ന വലിയ ആൾക്കാർ ഇവിടെ ഉണ്ട്. 40 വയസ്സും 45 വയസ്സും പ്രായമുള്ളവർ സ്ത്രീകളുണ്ട്. ഇപ്പൊ ഈ പെണ്ണുങ്ങളാകെ ഒരു അസ്വസ്ഥാണ്. ഈ വീട്ടിനകത്ത് വീട്ടിലെ പണിയെടുത്ത് കുട്ടികളെ നോക്കി അങ്ങനെ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് 2 പേര് പറയും. ഒന്ന് ഹൗസ് വൈഫ് എന്ന് പറയും. പിന്നെ ആ പേര് അവർക്ക് കേട്ടിട്ട് ഒരു മടി തോന്നിയപ്പം അവർ തന്നെ അതിൻ്റെ പേര് മാറ്റിയിട്ട് ഹോം മേക്കർ എന്നാക്കി. ഉണ്ടല്ലേ? ആരെക്കുറിച്ചാണ് ഞാൻ പറയണമെന്നറിയോ? പുറത്തു പോയി സാമ്പത്തികമായി ശമ്പളം വാങ്ങാതെ വീട്ടിലിരിക്കുന്ന സ്ത്രീ. അതൊരു മോശം അവസ്ഥ ഒന്നുമല്ല. ഒരു സ്ത്രീക്ക് ജോലിക്ക് പോവാം, അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും സ്ത്രീക്കുണ്ട്, ഇസ്ലാമിലുണ്ട്. പെണ്ണിന് പണമുണ്ടാക്കാം, വേണ്ട എന്നല്ല ഞാൻ പറയണത്. വീട്ടിൽ ജോലി ചെയ്യാതെ കുടുംബം നോക്കി വീട്ടമ്മയായി കഴിയുന്ന സ്ത്രീകൾ ഈ കൂട്ടത്തിലുണ്ട്. പക്ഷെ ആ സ്ത്രീകളൊക്കെ ഇപ്പൊ ഈ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ കണ്ടിട്ട് ഇവർക്കൊരു ചൊറിച്ചിൽ തുടങ്ങിയാണ്. എന്നിട്ട് പറയും, ഞാൻ അങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, അതിനിപ്പോൾ എന്താ, എന്തെങ്കിലും ഒരു ജോലി കാണും അല്ലേ? ഇപ്പൊ എന്തൊക്കെയാ പെണ്ണുങ്ങൾക്ക്? മൈലാഞ്ചി വിക്കൽ, ചുരിദാർ വിക്കൽ, പർദ്ദ വിക്കൽ, ഷോള് വിക്കൽ, ഓൺലൈൻ. എന്തിനാടി ഇതിങ്ങനെ ചെയ്യണത്? എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുക, കുട്ടികളെ നോക്കില്ല, വീട്ടിലെ പണിയില്ല. കാരണം ഇത് വിൽക്കണ്ടേ? എന്തിനാ അത് വിൽക്കണത്? എല്ലാത്തിനും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കൈ കാട്ടണ്ടല്ലോ. അപ്പൊ നമ്മളും വിചാരിക്കും, എന്തിനപ്പൊ നീ കൈ കാട്ടണ്? അല്ല, അങ്ങനെ കൈ കാട്ട്, നീ എന്താ തെണ്ടിയാ? അപ്പൊ ആ പെണ്ണിന് തോന്നി തുടങ്ങി. എങ്ങനെ തോന്നിയത്? ഇൻസ്റ്റഗ്രാമിന്റെ സ്വാധീനമാണത്. വീട്ടിലിരിക്കുക എന്നത്, മക്കളെ നോക്കുക എന്നത്, വീട് വൃത്തിയാക്കുക എന്നത് ഒരു മഹാമോശം പണിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കും വേണം ഇത്തിരിയൊക്കെ പൈസ ഉണ്ടാക്കുക എൻ്റെ ആവശ്യത്തിന്. അപ്പൊ പിന്നെ ഈ ഭർത്താവ് ഗൾഫിൽ പോയി ഉണ്ടാക്കിയ ആരാവശ്യത്തിനാ? ആണുങ്ങളെ കുറിച്ച് പറയാൻ ഒരു മനുഷ്യനും ഇല്ലല്ലോ. പാവങ്ങൾ ആരാളുള്ളത്? നിങ്ങളൊരാണിൻ്റെ ജീവിതത്തെ എപ്പോഴെങ്കിലും എടുത്ത് പരിശോധിച്ച് നോക്കിയണോ? മഹാകഷ്ടാണ്. ആരാ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഒരു വനിതാ കമ്മീഷൻ, പുരുഷ കമ്മീഷൻ ഉണ്ടോ നമുക്ക്?